Good morning students. Welcome to Political Science class 7. Today we are going to study a new lesson, Struggles for Equality. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് 7th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? അതായത് ഈക്വാളിറ്റിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകളുടെ ജീവിത കഥകൾ നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഈ കഥകൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രഗിൾസ് ഫോർ ഈക്വാളിറ്റി എന്ന ചാപ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് നോക്കാം. ഓക്കെ, സ്ട്രഗിൾസ് ഫോർ ഈക്വാലിറ്റി. In this book, you have read about people like Kanda, the Ansaris, Melanie and Swapna. The thread that connects all of these lives is that they have been treated unequally. What do people do when they face such inequalities? അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു, അല്ലേ? നമ്മൾ വായിച്ച് മനസ്സിലാക്കി, അല്ലേ? അതായത് കാന്തായെക്കുറിച്ചും അൻസാരിയെക്കുറിച്ചും സ്വപ്നയെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവരൊക്കെ എങ്ങനെയാണ്? ഡിഫറൻ്റ് ആണ്, അല്ലേ? പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും പല ജോലി ചെയ്യുന്നവരുമാണ്. എങ്കിൽ പോലും ഇവരൊക്കെ ഒരു കണക്റ്റ് ചെയ്യുന്നത് ഒരു കോമൺ ആയ ഒരു കാര്യമുണ്ട്, അല്ലേ? അതെന്താണ്? ഇവരൊരു അൺഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഓരോ സ്റ്റോറിയിലും പങ്കുവയ്ക്കുന്നത്, അല്ലേ? ഓക്കെ, ദെൻ ഡു യു റീകോൾ ദ സ്റ്റോറി ഓഫ് റോസാ പാർക്സ്? അപ്പം നമ്മൾ റോസാ പാർക്സിൻ്റെ ചാപ്റ്റർ പഠിച്ചില്ലേ? അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്റ്റോറി വായിച്ചിരുന്നല്ലേ? അവർ ഒരു ആഫ്രിക്കൻ ലേഡി ആയിരുന്നു, അല്ലേ? അവർ ഫേസ് ചെയ്ത ഇന്നീക്വാളിറ്റി, അതിൽ നിന്നുണ്ടായ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? 5th ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? നമ്മൾ വുമൻസ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു. ധാരാളം സ്ട്രഗിൾസ് അതിലുണ്ടായിരുന്നു, അത് പഠിച്ചു. പിന്നെ ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ ലേൺ അബൌട്ട് സം ഓഫ് വേസ് ഇൻ വിച്ച് പീപ്പിൾ ഹാവ് സ്ട്രഗിൾസ് എഗൈൻസ്റ്റ് ഇൻഈക്വാളിറ്റി. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇൻഈക്വാളിറ്റിക്ക് എതിരായിട്ടുള്ള ധാരാളം സ്ട്രഗിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. As you have already read in this book, the Indian Constitution recognizes all Indians are equal before the law and states that no person can be discriminated against because of their religion, sex, caste or whether they are rich or poor. ഓക്കെ, അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗങ്ങളിലായിട്ട് ഇതേ സെൻറ്റൻസ് തന്നെയാണ് പഠിച്ചത്, അല്ലേ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഒരുപോലെയാണ് കാണുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലായിട്ടാണ് കാണുന്നതൊക്കെ നമ്മൾ ഒരുപാട് ഭാഗത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. All adults in India have the equal right to vote during elections and this power over the ballot box has been used by people to elect or replace their representatives. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. അവിടെയാണ് നമ്മുടെ പവർ കാണിക്കാൻ പറ്റുന്നത്, അല്ലേ? അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ആരെ വേണം ഇലക്ഷനിലൂടെ നമ്മുടെ പവർ കാണിക്കാനായിട്ട് പറ്റും. ബട്ട് ദിസ് ഫീലിങ്സ് ഓഫ് ഈക്വാലിറ്റി that the ballot box provides because the vote of one person is as good as that of another does not extend to most people's lives. അപ്പം ഈ ബാലറ്റ് ബോക്സിൽ നൽകുന്ന പവർ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരുന്നില്ല. വോട്ട് ചെയ്യുമ്പോൾ ഉള്ള ഈക്വാളിറ്റി അല്ല ആളുകളുടെ ജീവിതത്തിൽ കിട്ടുന്നത്. ആസ് യു ഹാവ് റീഡ് the increasing privatizations of health services and the neglect of government hospitals have made it different for most poor people like Kanda, Hakim Sheikh and Aman to get good quality health care. These people do not have the resources to afford expensive private health services. അപ്പം നമ്മൾ കാണുന്ന ഈ കേസ്, അതായത് ഈ കാന്തയുടെ കേസില്ലേ, നമ്മൾ കണ്ടില്ലേ?
അത് അവരുടെ മകളെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പൈസ ഇല്ല. അപ്പോൾ അവർ എന്താ ചെയ്തത്? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അത് തന്നെയാണ് ഒരു ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ധാരാളം പണം വേണം. അതിനവർക്ക് ഉണ്ടോ? ഇല്ല. ഇങ്ങനത്തെ ധാരാളം കഥകൾ നമ്മൾ പഠിച്ചു. ഹക്കിൻ ഷേക്കിൻ്റെയും അമാൻ്റെയും ഒക്കെ കഥ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ബാലറ്റ് പേപ്പർ കിട്ടുന്ന ഈക്വാളിറ്റി ജീവിതത്തിൽ കിട്ടുന്നില്ല. ഓക്കെ. സിമിലർലി ദ man who sells juice does not have the resources to compete with all of the major companies who sells branded drinks through expensive advertising. അപ്പം അതേപോലെ തന്നെ ഒരു ജ്യൂസ് വിൽക്കുന്ന ആൾ, അപ്പം അവരൊക്കെ ഒരു കമ്പനിയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വലിയ കമ്പനി, അവർക്ക് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അങ്ങനെ നല്ല ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ജ്യൂസ് വിൽക്കുന്ന ആൾക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. Swapna does not have sufficient resources to grow cotton and so had to take a loan from the trader to grow her crop. This forces her to sell her cotton at a lower price. അപ്പം നമ്മൾ സ്വപ്നയുടെ കേസ് കണ്ടില്ലായിരുന്നോ? അത് അവർക്ക് ആവശ്യത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അവരെങ്ങനെയായിരുന്നു? ട്രേഡറിൻ്റെ കയ്യിൽ നിന്നും പൈസ ലോൺ എടുത്തായിരുന്നു അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ കോട്ടന് അപ്പം ആയി കഴിയുമ്പോൾ അത് ട്രേഡറിന് തന്നെ കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് കുറച്ച് പൈസയെ കിട്ടാറുള്ളായിരുന്നു. അപ്പം അവർക്ക് ട്രേഡറിനെ എതിർത്ത് പറയാനും പറ്റുമോ? ഇല്ല. അവർക്ക് ഈ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ട്രേഡറിൻ്റെ കയ്യിൽ നിന്ന് വേണം പൈസയൊക്കെ കടം വാങ്ങി അവർക്ക് ജീവിക്കാനുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒന്നും പറയുവാനായിട്ടും പറ്റത്തില്ല. ഓക്കെ. Melanie, like millions of domestic workers across the country, is forced to endure the insults and hardship of working as a domestic helper because she has no resources to set up something on her own. അപ്പം മെലാനി എന്ന ഡൊമസ്റ്റിക് വർക്കറെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? അവർ ജോലി ചെയ്യുന്ന വീട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊക്കെ സഹിച്ച് വേണം അവർ ജോലി ചെയ്യേണ്ടത്. അവരുടെ വർക്കിംഗ് അവേഴ്സ് ആണെങ്കിലും വളരെ കൂടുതലാണ്, അല്ലേ? അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ച, അല്ലേ? ഓക്കെ. Poverty and the lack of resources continue to be key reason why so many pupils live in India are highly unequal. ഇപ്പോൾ ദാരിദ്ര്യവും ഈ ആവശ്യമുള്ള ഈ റിസോഴ്സസും ലഭിക്കാതിരിക്കുന്നതാണ്. അത് കാരണമാണ് രാജ്യത്ത് മിക്ക ആളുകൾക്കും ഇൻഇക്വാളിറ്റി ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് കാരണങ്ങൾ? ആളുകൾക്ക് ഇൻഇക്വാളിറ്റി ഫേസ് ചെയ്യാനുള്ള രണ്ട് കാരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പോവേർട്ടി ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സസ്. On the other hand, the Ansaris were discriminated against not because they did not have the resources. In fact, despite having the money to pay the required rent, they were not able to find an apartment for over a month. People were reluctant to lease them an apartment because of their religion. Similar, okay. അപ്പോൾ ഇവിടെ അൻസാരിയുടെ കഥ എന്താണ് നമ്മൾ പഠിച്ചത്? അൻസാരിക്ക് റെൻറ്റിന് കൊടുക്കാനായിട്ട് പൈസ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വീട് ലഭിച്ചോ? ഇല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ലഭിക്കാതെ? അദ്ദേഹത്തിൻ്റെ റിലിജൻ കാരണമാണ്, അല്ലേ? അതുപോലെ തന്നെ അടുത്ത നോക്കി ഓം പ്രകാശ് വാൽമീകിയെക്കുറിച്ച് നോക്കി. ഓം പ്രകാശ് വാൽമീകി ടു സ്വീപ് ദ സ്കൂൾ യാർഡ് വാസ് ബിക്കോസ് ഹി വാസ് ദളിത്. അപ്പോൾ ഓം പ്രകാശ് വാൽമീകിയും ഇൻഇക്വാളിറ്റി ഫേസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ദളിതായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് സ്കൂളിൻ്റെ കോട്ടയാടൊക്കെ ക്ലീൻ ചെയ്യിച്ചത്. ഓക്കെ. യു ഹാവ് ഓൾസോ റീഡ് ദാറ്റ് ദ വർക്ക് വുമൺ ഡു ഈസ് ഓഫൻ കൺസിഡേർഡ് ഓഫ് ലെസ് വാല്യൂ ദാൻ ദാറ്റ് ഡൺ ബൈ ദ മെൻ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ പുരുഷന്മാർ ചെയ്യുന്ന ജോലി വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് വലിയ വാല്യൂ റെസ്പെക്റ്റോ ഒന്നും ലഭിച്ചിരുന്നില്ല. അത് നമ്മൾ പഠിച്ചിരുന്നു.
All of these persons are discriminated against primarily because of their social and cultural background as well as because they are women. അപ്പം ഇവിടെ ഡിസ്ക്രിമിനേഷൻ ബേസ് ചെയ്യുന്ന എങ്ങനെയാണ്? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ജെൻഡർ ബേസിസും ഒക്കെ അനുസരിച്ചാണല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പീപ്പിൾസ് റിലിജൻ, കാസ്റ്റ് ആൻഡ് സെക്സ് ഈസ് അനദർ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ഫോർ വൈ പീപ്പിൾ ആർ ട്രീറ്റഡ് അൺഈക്വലി ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻഈക്വാളിറ്റിക്ക് മറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒരാളുടെ റിലിജൻ, കാസ്റ്റ്, സെക്സ് ഒക്കെ തന്നെയാണ് അല്ലേ. നമ്മൾ ആദ്യം കണ്ടു പൈസയുടെ ബേസിസാണ് ഇൻഈക്വാളിറ്റി വരുന്നതെന്ന് കണ്ടു. പിന്നെ നമ്മൾ ലാക്ക് ഓഫ് റിസോഴ്സസ് കണ്ടു. പിന്നെ പോവേർട്ടി കണ്ടു. ഇതെല്ലാം അൺഈക്വാളിറ്റിക്ക് കാരണമാകുന്നു.